ലോക രാഷ്ട്രത്തലവന്മാരെ കാണുമ്പോൾ വലിയൊരു ഭരണാധികാരിയാകുവാൻ മോഹം. നോബൽ പ്രൈസും ഓസ്കർ അവാർഡും ഒളിമ്പിക്സ് മെഡലും വാങ്ങുന്നവരെ കാണുമ്പോൾ അവരെപ്പോലെ ആകണമെന്ന് ആഗ്രഹം. ആത്മീയ ശക്തിയുള്ളവരെ ആളുകൾ പൊതിയുന്നത് കാണുമ്പോൾ ഒരു ദിനം തന്നെയും അങ്ങനെ പൊതിയും എന്ന കാഴ്ചപ്പാട്. ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രപുരുഷനാകുവാനുള്ള ഒരുക്കം. എന്നല്ല, സത്യത്തിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കണമെന്ന നിശ്ചയദാർഢ്യം വരെ ഉണ്ടാകുന്നവരുണ്ട്. ഇതിനെല്ലാം പ്രചോദനമാകുന്നതാകട്ടെ അവർക്ക് കിട്ടിയ പ്രശസ്തിയും ആൾക്കൂട്ടവും. ഇതിനെല്ലാം പറ്റിയ വഴികൾ മുൻപിൽ തുറന്നു കിട്ടാറുണ്ടെങ്കിലും അതിൽ പ്രവേശിക്കുവാൻ ധൈര്യം ഉണ്ടാകാറില്ല. തലമുറകളുടെ ഭാഗമായി ചുരുക്കം ചിലർ നേടിയെടുക്കുന്നതാണ് ഇവയൊക്കെ. അല്ലാത്തവർ തുടർന്നു വരുന്ന തലമുറകൾക്കും അത് ലഭ്യമല്ലാതാക്കാറുണ്ട്. നിൽക്കുന്നയിടത്ത് നടക്കുന്ന മത്സരമായതിനാൽ ഒന്നാമതായില്ലെങ്കിലും ദൃഢനിശ്ചയത്തിലൂടെ പിൻതുടർച്ചക്കാരിലേക്ക് അത് കൈമാറാനാകും. യാചനയിൽ യാചകനാകും വിജയി.